ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈൽ, നമ്മുടെ കോഴിക്കോടൻ ഹൽവ എന്നൊക്കെ പറയുന്നത് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയമുള്ളത് തന്നെയാണ്, ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മിക്കപ്പോഴും നമുക്ക് ശരിയാകാറില്ല. അപ്പോൾ അത് ഒത്തിരി സമയമെടുത്ത് ചെയ്തെടുക്കേണ്ട ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു ഹൽവയല്ല. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഗോതമ്പൊടി ഹൽവ, അങ്ങനെ അരിപ്പൊടി ഹൽവ, ആ ഒരു ടെക്സ്ചറേ അല്ല ഇതിന്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഹൽവക്ക് വേറെ തന്നെ നല്ലൊരു ടെക്സ്ചറാണ് അല്ലേ, നല്ല സ്റ്റിക്കി ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റെസിപ്പി തന്നെ വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ട്രാവൽ ബ്ലോഗിൽ നിന്ന്. നമ്മുടെ കോഴിക്കോടൻ ഹൽവ ഉണ്ടാക്കിയെടുക്കുന്നത് കുറേ പ്രായമായിട്ടുള്ള ആൾക്കാർ അവരുടെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഇന്ന മെത്തേഡൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്, ഇന്ന കാര്യങ്ങളാണ് അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത്. അതൊക്കെ വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ശരിക്കും എന്താ പറയുക, നല്ല പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി ടേസ്റ്റ് തോന്നി. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റും. പിന്നെ നമ്മൾ അറിയണം ഇതിൻ്റെ പിറകിൽ ഇത്രയധികം കഷ്ടപ്പാടുണ്ടെന്നുള്ള. അവർ അത്രയധികം എഫേർട്ട് എടുത്തിട്ട് അത്രയധികം ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ഒത്തിരി അധികം താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാന ചേരുവ എന്ന് പറയുന്നത്, നമ്മൾ വാങ്ങിക്കുന്ന ഹൽവ മിക്കതും തന്നെ മൈദ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 3 കപ്പിനടുത്ത് മൈദയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു മെത്തേഡിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഉപ്പൊന്നും ചേർത്തിട്ട് കുഴക്കരുത്. ജസ്റ്റ് വെള്ളത്തിനകത്ത് നല്ലതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിൽ തന്നെയാണ് റെഡി ആയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ചെയ്തെടുക്കേണ്ടത്, ഒരു വലിയ പാത്രം എടുക്കുക. നമ്മൾ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ കപ്പിന് ഞാനൊരു 7-8 കപ്പിനടുത്ത് വെള്ളം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഏകദേശം നിങ്ങൾ കണക്കൊന്ന് നോക്കിയിട്ട് ചെയ്യാം. 3 കപ്പിന് ഒരു 7-8 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ മാവ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. തവിയൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്, കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഈ മൈദയുടെയൊക്കെ ആ ഒരു വേസ്റ്റൊക്കെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അടിഞ്ഞിട്ട് ശരിക്കും ഒരു പാല് പോലെ ഇതുപോലെ റെഡിയായി വരും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണി എങ്ങാണ്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള മൈദയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകൾ ഭാഗത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അരിച്ചെടുക്കണം. കാരണം ഈ മൈദയുടെ വേസ്റ്റ് ഇതിൻ്റെ താഴ്ഭാഗത്തിൽ പിണ്ടി എന്നൊക്കെ പറയുന്ന ഭാഗം, അല്ലെങ്കിൽ തവിട് എന്നൊക്കെ പറയും, അതിങ്ങനെ അടിഞ്ഞിട്ടുണ്ടാകും. ആ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. മാക്സിമം ഇതിനകത്തുനിന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കാം. ഞാനിപ്പോൾ ആ തുണി നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുഴുവൻ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം വരുന്ന ഈ മൈദയുടെ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു ഭാഗം, ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് വേസ്റ്റിൽ കളയാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു ബാറ്റർ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് കവർ ചെയ്യുക. ഇനി അടച്ച് വെച്ചിട്ട്, ഞാനിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് നാളെ രാവിലെ മാത്രമാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ വെള്ളവും അതുപോലെ തന്നെ ഈ മൈദയുടെയൊക്കെ ഒരു ജസ്റ്റ് വേസ്റ്റ് പോലെയൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അടിഞ്ഞു വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റണം. ആ വെള്ളം മുഴുവനായിട്ട് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ കണ്ടില്ലേ, താഴെ ഭാഗത്തായിട്ട് ആ മൈദയുടെ ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രം, അതിൻ്റെ നല്ല കൊഴുപ്പുള്ള ഭാഗം മാത്രം ഈ താഴെ ഭാഗത്തായിട്ടുണ്ടാകും. ബാക്കിയുള്ള മുകളിലുള്ള മുഴുവൻ വെള്ളവും നമ്മൾ ഇതുപോലെ മാറ്റിക്കളയാം. ഞാനിപ്പോൾ മുഴുവൻ മാറ്റിയെടുത്തപ്പോൾ കണ്ടില്ല, ആ ഒരു ലെയർ കണ്ടില്ലേ, നല്ല പാല് പോലെ ഉണ്ടാവും. ശരിക്കും കാണുമ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ട് ക്രീമി ആയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ഒഴിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കാം. മുകൾ ഭാഗത്തുള്ള തവിടൊക്കെ ജസ്റ്റ് കൈ വെച്ചിട്ടാണെങ്കിലും ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു 6 കപ്പ്, 5 കപ്പ് തുടങ്ങി 6 കപ്പ് വെള്ളം വരെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഒരു 7-8 കപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു 6 കപ്പിനടുത്ത് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം. അടച്ച് വെച്ചിട്ട് നമ്മൾ വൈകുന്നേരമാണ് ഇത് വീണ്ടും തുറന്ന് നോക്കിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ ഉള്ള വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണുള്ളത്. അപ്പോൾ ആ വെള്ളവും നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം മാറ്റി എടുത്ത് കഴിഞ്ഞിട്ടില്ല ഒരു പോർഷൻ കണ്ടില്ലേ, ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ 2 തവണ വെള്ളം നമ്മൾ മാറ്റിക്കളഞ്ഞ് ഏകദേശം 3ാമത്തെ ദിവസമാണ് നമ്മൾ മൈദ റെഡിയാക്കി എടുക്കുന്നത്. ഒന്നുകിൽ വൈകുന്നേരമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസവും, 3 ദിവസം എടുത്തിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നല്ല പാല് പോലെയുള്ള വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 1 കപ്പ് പഞ്ചസാര ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ടേക്ക് ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര പാനിയാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര പാനി ആദ്യം നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം.
നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് പഞ്ചസാര പാനി നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും ഈ ഒരു അളവിന്. ഇനി നമ്മൾ ഇതിനകത്തോട്ടേക്ക് നമ്മുടെ ആ ഒരു മൈദയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ കൈ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടുക. ആദ്യം ഒരു 2 പിഞ്ച് ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഈ ഒരു ഹൽവ മേക്കിങ്ങിൽ ഏറ്റവും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇളക്കി കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രീമി ആയി വരുമ്പം 1/2 ടീസ്പൂൺ ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് എണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നെയ്യല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്, എണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ശരിക്കും ഉണ്ടാക്കുന്ന രീതിയിൽ ഈ 1/2 കപ്പ് വെളിച്ചെണ്ണയൊന്നല്ല ഒഴിക്കുന്നത്, ഒരു 2-3 കപ്പിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഫുഡ് കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെള്ള എള്ള് ചേർക്കുന്നുണ്ട്, കുറച്ച് നമ്മുടെ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും തേങ്ങ കൊത്തും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തവി വെച്ചിട്ട് നല്ലൊന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മളൊരു മീഡിയം തുടങ്ങി ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എണ്ണ 1/2 കപ്പ് ആകുമ്പോൾ തന്നെ എണ്ണയുടെ ഒരളവ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ എണ്ണ ഇത്ര കൂടുതൽ എന്നുള്ളത്. പക്ഷേ ശരിക്കും നിങ്ങൾ ഒറിജിനൽ റെസിപ്പി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിനകത്ത് 1/2 കപ്പ് ഒന്നല്ല, ഒരു 3-4 കപ്പ് എണ്ണ ഉണ്ടാകും. ആ എണ്ണ മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ടാകും. അതായത് നമ്മൾ ഈ മാവിൻ്റെയും മുകൾ ഭാഗത്തായിട്ട് എണ്ണ ഉണ്ടാകുക. ആ എണ്ണയിലിട്ട് വഴറ്റി എത്രയധികം സമയം ഇളക്കിയിട്ടാണ് ഈ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. ആ ഇളക്കിയെടുക്കുന്നതിലാണ് ശരിക്കും ഹൽവയുടെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഹൽവ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അവർ ചെയ്തെടുക്കുന്നതെന്ന് പറയുന്നത് നല്ല ഇരുമ്പിൻ്റെ പാത്രത്തിനകത്താണ് ചെയ്യുക. അതുപോലെ അവർ ഉപയോഗിക്കുന്ന തവിയൊക്കെ അവർ അത്രയധികം എഫേർട്ട് എടുത്തിട്ട് എല്ലാ സൈഡിലും ഈ ഒരു മാവിലോട്ടേക്ക് ആ തവി ഇറങ്ങി ചെന്നിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് അത്രയധികം അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട്, വർഷങ്ങളായിട്ട് അവർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആ ചെയ്തെടുക്കുന്ന മെത്തേഡ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് അവർ ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്തെടുക്കാൻ കഴിയില്ല. അതുപോലെ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 3 കപ്പൊക്കെ എണ്ണ ഒഴിച്ചിട്ട്, അതായത് നമ്മൾ ഈ ഹൽവ റെഡിയാക്കി കഴിഞ്ഞാലും എണ്ണ കംപ്ലീറ്റ് ഇതിനകത്ത് ബാക്കിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എണ്ണ കുറവായത് കൊണ്ടാണ് ഇതിനകത്ത് എണ്ണയൊന്നും കാണാത്തത്. 1/2 കപ്പിനടുത്ത് എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം വെളിച്ചെണ്ണയൊക്കെ നമ്മൾ അത്ര ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 3 കപ്പ് 4 കപ്പൊക്കെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് റെഡിയാക്കി കഴിയുമ്പോഴും എണ്ണ കംപ്ലീറ്റ് ആയിട്ട് പാത്രത്തിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എൻ്റെത് റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ കണ്ടില്ലേ, തവി വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന വലിഞ്ഞ് പോകുന്ന ഒരു രീതിയിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഒരു ടെക്സ്ചറിൽ നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റുവാണ് വേണ്ടത്. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഏത് പാത്രത്തിനകത്താണോ റെഡിയാക്കിയെടുക്കുന്നത് ആ പാത്രം ജസ്റ്റ് ഒന്ന്, ഞാനിപ്പോൾ എണ്ണ തടവിയിട്ട് തന്നെയാണ് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇതിനകത്ത് നെയ്യൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഹൽവ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നമ്മൾ സാധാരണ തയ്യാറാക്കിയെടുക്കുന്ന അരിപ്പൊടി കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വളരെ സോഫ്റ്റ് കിണ്ണത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലാണ് നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഹൽവ ചെയ്തെടുക്കുന്നത്. ആ ഒരു ടെക്സ്ചറേ അല്ല ഇതിനുണ്ടാകുക. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ലെവൽ ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയധികം ഡ്രൈ ഫ്രൂട്ട്സും ഈന്തപ്പഴം ഒക്കെ വെച്ച് ചെയ്യാം. പിന്നെ ഫ്ലേവർ ഞാനിപ്പോൾ ഏലക്കപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ, ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചെയ്യുന്നൊരു മെത്തേഡാണ് ജസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അടുപ്പത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ചെയ്തതിനേക്കാളും നല്ല പെർഫെക്ഷൻ ഉണ്ടാവുക നമ്മൾ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വെള്ള എള്ളും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കാണാനാണെങ്കിലും ശരിക്കും വാങ്ങിക്കുന്ന ഒരു ഭംഗിയൊക്കെ നമുക്ക് കിട്ടും. ഇനി നന്നായിട്ട് ചൂടാറണം കേട്ടോ. ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഈ പാത്രത്തിൽ നിന്ന് ആ ചൂട് മുഴുവൻ പോയതിന് ശേഷം വേണം നമ്മൾ ഈ പാത്രത്തിനകത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ശരിക്കും ചൂടാറി വന്നിട്ടുണ്ട്. ഈ ഒരു ഹൽവ നമ്മൾ നല്ല ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൈ വെക്കുമ്പോൾ കണ്ടില്ല, ശരിക്കും ഇതിനകത്ത് നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നല്ല രീതിയിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് കമിഴ്ത്താം. അത്യാവശ്യം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹൽവയുടെ ടെക്സ്ചർ നമ്മൾ കയ്യിൽ തൊടുമ്പോൾ കയ്യിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് എണ്ണ പിടിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ
പീസസ് ആയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഒത്തിരി സമയമെടുത്ത് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഹൽവയുടെ ടേസ്റ്റല്ല, നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹൽവയുടെ അത്യാവശ്യം ഒരു 90-95% ടേസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, കൈ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിതൊന്ന് പൊട്ടിച്ചിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് ശരിക്കും ആ ഒരു എണ്ണമയത്തോടെ റോൾ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇളക്കിയെടുക്കുന്ന സമയത്ത് വിറകടുപ്പിലൊക്കെ 2 പേരൊക്കെ ചേർന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി ആ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇതൊന്ന് അന്വേഷിച്ച് പോയതും ഇങ്ങനൊരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചതും. അപ്പോൾ ആ സബ്സ്ക്രൈബറിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്, പേര് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.